ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഈ ദിവസം +1 എക്കണോമിക്സിൻ്റെ എക്സാം എഴുതായിരിക്കും അല്ലേ, ക്രിസ്മസ് എക്സാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ ഒന്ന് പറയുക. ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന +1 അക്കൗണ്ടൻസി എക്സാമിന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട 3 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മസ്റ്റായിട്ട് പഠിക്കുക കേട്ടോ. ഈ ചോദ്യങ്ങളില്ലാത്ത ഒരു ചോദ്യപേപ്പർ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ട്രാൻസാക്ഷൻസുകൾ തന്നു കഴിഞ്ഞാൽ അതിനെ ജേർണലൈസ് ചെയ്യാൻ പഠിച്ചിരിക്കണം. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ്റെയും ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, ജേർണലൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മളോട് പറയാണ് ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് ഓർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജേർണൽ എൻട്രി എന്താണ് മക്കളെ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അവിടുത്തെ ഡെബിറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ക്യാഷും ക്രെഡിറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ക്യാപിറ്റലുമാണ്. ക്യാഷ് എന്തുകൊണ്ടാണ് ഡെബിറ്റ് ആസ്പെക്ട് ആയത്? ക്യാഷ് ഒരു അസറ്റാണ്. അസറ്റ് നമ്മുടെ ഫേമിലേക്ക് വരുന്ന സമയത്ത് അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്യാപിറ്റൽ എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തത്? ക്യാപിറ്റൽ ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷൻ്റെയും ആസ്പെക്ട്സുകൾ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സുകൾ മനസ്സിലാക്കി നിങ്ങൾ ജേർണലൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. ജേർണലൈസിങ് എന്നാണ് അതിൻ്റെ കറക്റ്റ് വാക്ക്. അത് വൺ വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട്. ട്രാൻസാക്ഷൻസുകൾ റെക്കോർഡ് ചെയ്യുന്നതിന്, ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരെന്താണ്? ജേർണലൈസിങ്. ഇതിനെ തന്നെ ലെഡ്ജറിലോട്ട് മാറ്റുന്നതിന്, ലെഡ്ജറിലേക്ക് റെക്കോർഡ് ചെയ്യുന്നതിന് വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. അതിൻ്റെ പേരാണ് പോസ്റ്റിംഗ്. ഈ 2 പേരുകളും നന്നായിട്ട് തന്നെ പഠിക്കുക. ഇത് പല തവണകളായി വൺ വേർഡിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജേർണലൈസിംഗ് ആണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 8 മാർക്കിന് പോലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിനെങ്കിലും മസ്റ്റ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചോദ്യമാണ് പ്രിപ്പറേഷൻ ഓഫ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഏതൊരു അക്കൗണ്ടൻസി +1 അക്കൗണ്ടൻസിയുടെ ചോദ്യപേപ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചോദ്യമാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ പ്രിപ്പറേഷൻ. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതായത് ലെഫ്റ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും, അതായത് റൈറ്റ് സൈഡിലും 2 ആസ്പെക്ട്സ് ഉണ്ടാവും. 2 സ്ഥലത്തും ഡേറ്റും പെർട്ടിക്കുലേഴ്സും ജേർണൽ ഫോളിയോയും എമൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ഉണ്ടാവും. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ക്യാഷും ബാങ്കും വരുന്ന ട്രാൻസാക്ഷൻസുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. അപ്പം എന്താണ്? ബാങ്കിൽ പണം കൂടി ഫേമിൽ പണം കുറഞ്ഞു. അപ്പം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നുള്ള രീതിയിൽ ഒരു എൻട്രി വരും. സോ അങ്ങനെ വരുന്ന ക്യാഷും ബാങ്കും വരുന്ന ട്രാൻസാക്ഷൻസുകൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു ജേർണൽ ഫോളിയോയിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? സി എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ കൊടുക്കും. കോൺട്രാ എൻട്രി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം ഇതുപോലെയുള്ള ട്രാൻസാക്ഷൻസുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് മക്കൾ പഠിച്ചു വയ്ക്കുക. ഒരു ക്വസ്റ്റ്യനിൽ ഏകദേശം ഒരു 3-4 അറ്റ്ലീസ്റ്റ് 3 ട്രാൻസാക്ഷൻസുകളെങ്കിലും ആ രീതിയിൽ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പം അത് നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പം 2 സൈഡിലും സി എന്ന് മാർക്ക് ചെയ്യാൻ മറക്കരുത്. ക്ലിയർ അല്ലേ? അപ്പം ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പറേഷൻ ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്. ഇംപ്രസ്ഡ് സിസ്റ്റത്തിൻ്റെ കീഴിൽ നമ്മൾ ഒരു ഫേമിൻ്റെ വളരെ പെറ്റി ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ട്രാൻസാക്ഷൻസുകൾ, സ്റ്റേഷനറി വാങ്ങുക, ഇങ്ക് വാങ്ങിക്കുക, പോസ്റ്റേജ്, കാർട്ടേജ്, ആ രീതിയിൽ ചെറിയ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇംപ്രസ്ഡ് സിസ്റ്റം, അതിനായിട്ടൊരു പെറ്റി ക്യാഷ്യറും ഉണ്ടാവും. ഈ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. അപ്പോൾ ഈ രീതിയിലുള്ള ചെറിയ ട്രാൻസാക്ഷൻസുകൾ അല്ലെങ്കിൽ ചെറിയ ചെലവുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റമാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ. ആ ഒരു ക്യാഷ് ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നിങ്ങൾ കൃത്യമായി പഠിക്കണം. അത് നിങ്ങൾ ഉണ്ടാക്കാനും പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇത് ഇല്ലാത്ത ഒരു ചോദ്യപേപ്പർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം 3 കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ജേർണലൈസിങ്, റെക്കോർഡ് ചെയ്യുക. ട്രാൻസാക്ഷൻസ് ക്രൊണോളജിക്കലി റെക്കോർഡ് ചെയ്യുക. ജേർണലിൽ റെക്കോർഡ് ചെയ്യാൻ പഠിക്കുക. രണ്ടാമത്തത് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. നന്നായിട്ട് പഠിക്കുക. ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചു പോയതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. അത് ഞാൻ ഗ്യാരണ്ടി. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 3ാമത് പറഞ്ഞിട്ടുള്ള കാര്യം പെറ്റി ക്യാഷ് ബുക്കിൻ്റെ പ്രിപ്പറേഷൻ. ക്ലിയർ അല്ലേ?
ഈ ചോദ്യങ്ങൾ കൂടാതെ, ഈ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഇതൊക്കെ ഞങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഇതിനി പറയണ്ട. വേറെ എന്തെങ്കിലും ഉണ്ടോ പ്രധാനപ്പെട്ടത് പഠിക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അങ്ങനെ പഠിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യുക. നമുക്കൊരു 3 ട്രാൻസാക്ഷൻ ഒക്കെ തന്നിട്ട് അസറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്ന് പറഞ്ഞ ആ ഇക്വേഷനിലേക്ക് ആ ട്രാൻസാക്ഷൻസുകളുടെ ഓരോ ആസ്പെക്ട്സ് വെച്ചിട്ട് എഴുതാൻ പറയും. അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തതാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒരു തിയറിയും ഒരു പ്രോബ്ലവും പ്രതീക്ഷിക്കാം. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബാങ്ക് പാസ്ബുക്കും അതുപോലെ നമ്മുടെ ക്യാഷ് ബുക്കും തമ്മിൽ ഇത്തരത്തിലൊരു ഡിഫറൻസ് വരാനുള്ള റീസൺ, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അതിന് കുറച്ച് റീസൺസ് ഉണ്ട്, അതും ഒന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനും പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നും ചോദ്യങ്ങൾ വരാം. പിന്നെ തിയറി ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അക്കൗണ്ടിങ് കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, മീൻ ചെയ്യുന്നത്.